എല്ലാവർക്കുമൊക്കെ എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ഈ ഒരു ക്ഷേത്രാങ്കണത്തിൽ ചിലങ്ക കെട്ടുവാൻ ഭാഗ്യം തന്നത് ജഗദീശ്വരനോട്, ഗുരുക്കന്മാരോട്, അമ്പലത്തിലെ ഓരോ ഭാരവാഹികളോട്, നിങ്ങൾ ഓരോരുത്തരോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത് ശിവഭക്തി. ഈ ഒരു ദിവസമല്ലാതെ മറ്റേതൊരു ദിവസമാണ് നമ്മൾ ശിവഭക്തിയെ കുറിച്ചിട്ട് സംസാരിക്കുക. ഇനി ചെയ്യാൻ പോകുന്ന വരികളുടെ കുറച്ചർത്ഥം തമിഴ് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയുകയാണ്. ഇരുകരം കൂപ്പി ഇരൈവനെ തൊഴുതാൽ വരും തുയരെല്ലാം മറയുന്നിടുക. നമ്മളെല്ലാവരും ഭഗവാന്റെ മുന്നിൽ പോയി രണ്ട് കൈകളും കൂപ്പി തൊഴുത് ഭഗവാനെ നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലേ. നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ചു തരുമെന്നുള്ളതാണ്. അതിൻ്റെ ചെറിയൊരു ഉദാഹരണമായി ഒരു കഥ ചെറുതായി അവതരിപ്പിക്കുന്നു. മാർക്കണ്ഡേയ ചരിതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഒരു കുഞ്ഞു ബാലൻ ജീവനെടുക്കുവാൻ വേണ്ടി കാലൻ വരുമ്പോൾ കാലനെ ഭസ്മമാക്കി ആ ചെറിയ ബാലന് ജീവൻ കൊടുത്ത് അനുഗ്രഹിച്ച ശിവഭഗവാന്റെ കഥ. പിന്നീട് നമ്മളുടെ മനസ്സിലെ മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളുടെ മനസ്സ്, പലരുടെയും മനസ്സ്, എല്ലാവരുടെയും എന്ന് പറയുന്നില്ല എങ്കിലും ഉറഞ്ഞ ഐസ് പോലെയാണ് അല്ലേ, ഉറഞ്ഞ മനസ്സാണ്. അതെന്താ ഭഗവാന്റെ മുന്നിൽ അലിയാത്തത് എന്നാണ് നർത്തകി ചോദിക്കുന്നത്. ഭക്തിയാകുന്ന ആ മനോഹരമായ പുഷ്പത്തിലേക്ക് വണ്ടുകളായി നമ്മൾ എന്താണ് മനുഷ്യർ അലഞ്ഞു ചേരാതെ? എൺചാണുടലാണ് നമുക്കെല്ലാവർക്കും അല്ലേ, 8 ചാണുടൽ. ആ ഉടലും അതിൻ്റെ ഉള്ളിലുള്ളതൊരു ചെറിയ മനസ്സാണ്, ഇടുങ്ങിയ മനസ്സാണ്. ആ മനസ്സ് ഭഗവാന്റെ മുന്നിൽ എപ്പോഴാണ് സമർപ്പിക്കാൻ കഴിയുന്നത്? കളങ്കമുള്ള, വൈരാഗ്യമുള്ള മനസ്സാണ് നമുക്കെല്ലാവർക്കും എന്ന് ഞാൻ പറയില്ല, എങ്കിലും അങ്ങനെയുള്ളവർ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെല്ലാം മാറ്റി, ഇരുട്ട് മാറ്റി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുവാൻ, ആ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ നമുക്ക് സാധിക്കണേ എന്നാണ് അടുത്ത വരികൾ വർണ്ണിക്കുന്നത്. ചരണം കൺമുൻ പരലും, അതായത് നമ്മുടെ മുന്നിലെ എല്ലാ കരടുകളും എല്ലാ മറകളും മാറ്റി ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കണേ എന്ന്. അതിൽ വിന്യസിക്കുന്ന കഥ നന്ദനാർ ചരിതമാണ്. നന്ദനാരെ കുറിച്ച് ഒട്ടുമിക്ക ഭക്തർക്കും അറിയാം. ശിവഭഗവാന്റെ എത്രയോ ഭക്തന്മാരുണ്ട്, കണ്ണപ്പനുണ്ട്, അങ്ങനെ എത്രയോ കഥകൾ പറയാം. അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഭക്തനാണ് നന്ദനാർ. നന്ദനാർ ഒരു പാവമെന്ന് പറഞ്ഞാൽ അത്ര പാവമായിട്ടൊരു മനുഷ്യനുണ്ടാവില്ല. ഉന്നത കുലജാതനല്ല, താഴ്ന്ന കുലജാതനാണ്. അയിത്തമുള്ള കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹമേ ഉള്ളൂ, എപ്പോഴെങ്കിലും ചിദംബരത്ത് പോയി ഭഗവാനെ ഒന്ന് കാണാൻ പറ്റുക, ഒരിക്കൽ മാത്രം. അതിനുവേണ്ടി യജമാനനോട് യാചിക്കുന്ന നന്ദനാർ. യജമാൻ വളരെ കർക്കശക്കാരനാണ്, ദേഷ്യക്കാരനാണ്. നിങ്ങളെപ്പോലുള്ളവർക്കുള്ളതല്ല, ഞങ്ങൾ ബ്രാഹ്മണർക്കുള്ളത് മാത്രമാണ് ചിദംബരം, ശിവഭഗവാന്റെ ദർശനമെന്ന് പറയുമ്പോൾ ഒരിക്കൽ മാത്രമെന്ന് വല്ലാതെ യാചിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയും യജമാനൻ. ഈ കാണുന്ന വയലെല്ലാം ഉഴുത് വിതച്ച് കൊയ്ത് കെട്ടിവെച്ച ശേഷം പോവാം, ഒറ്റയ്ക്ക് ചെയ്യണം. അതൊരിക്കലും പാവപ്പെട്ട നന്ദനാർക്ക് സാധിക്കില്ല. വിഷമിച്ച് കരഞ്ഞ് മയങ്ങുന്ന സമയത്ത് അതാ നമ്മുടെ ഭഗവാൻ ദൂരെ നിന്ന് പ്രത്യക്ഷപ്പെട്ടത് കാണും. വാത്സല്യത്തോടെ വേഷം മാറി ഭഗവാൻ തന്നെ ഒരു രാത്രി കൊണ്ട് ആ പ്രപഞ്ചമെല്ലാം, ആ കാണുന്ന വയലെല്ലാം വിതച്ച് കൊയ്ത് കെട്ടിവെച്ച് വളരെ അത്ഭുതത്തോടെ ഓടിപ്പോയി ഉറങ്ങുന്ന നന്ദനാരെ തൊട്ട് വിളിച്ചിട്ട് പറയും, കാണൂ. നന്ദനാർക്കറിയില്ല ഭഗവാനാണ് അത് ചെയ്തതെന്ന്. ഒരുപാട് അത്ഭുതത്തോടെ നന്ദനാരും അതിലേറെ അത്ഭുതത്തോടെ ഭയത്തോടെ യജമാനെ നോക്കി നിൽക്കും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സില്ലാ മനസ്സോടെ യജമാൻ പറഞ്ഞുവിടും, ശരി എന്നാൽ പോയിക്കൊള്ളൂ. പിന്നെ ചിദംബരത്ത് പോയി അമ്പലത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അകത്ത് കയറാനുള്ള അർഹതയില്ല. എന്നാ കാലം അങ്ങനെയാണ്.
പക്ഷേ ദൂരെ നിന്ന് ഭഗവാനെ തൊഴുമ്പോൾ അതാ ഭഗവാന്റെ മുന്നിൽ നന്ദി മറഞ്ഞു നിൽക്കുന്നു. കരഞ്ഞു പറയും നന്ദിയോട്, കുറച്ചൊന്ന് മാറി തരും, ഞാൻ എൻ്റെ ശിവഭഗവാനെ ഒന്ന് കണ്ടോട്ടെ എന്ന്. നന്ദി ഒന്ന് കൂട്ടാക്കില്ല. പക്ഷേ എത്രയോ ദൂരെ നിന്ന്, ചിദംബരത്ത് അമ്പലത്തിൽ നിന്ന് ശിവഭഗവാൻ അത് കണ്ട് അത്ര ദൂരെ നിന്ന് നന്ദിയോട് പറയും, കുറച്ച് മാറി നിൽക്കും, എൻ്റെ നന്ദന എന്നെ ഒന്ന് കണ്ടോട്ടെ എന്ന്. ഏറ്റവും ഉത്തമമാണ് ഭഗവാൻ പോകുന്നത്. ഇതുപോലെ നന്ദി കുറച്ചു മാറി നിന്ന് ശിവഭഗവാന്റെ ദർശനം നന്ദനാർക്ക് ലഭിക്കുന്നു. ഭഗവാനാകട്ടെ വിശ്വരൂപം കാണിച്ച് നന്ദനാരെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ മുന്നിലുള്ള എല്ലാ മറകളും തീർത്ത് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കട്ടെ. ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സാണ്. ഷൺമുഖ പ്രിയ രാഗത്തിലാണ് കൂടുതൽ വരികൾ ചിട്ടപ്പെടുത്തിയതെങ്കിലും രാഗമാലികയാണ്. ഇത് എൻ്റെ ഗുരു, എൻ്റെ അമ്മ ശ്രീമതി കലാമണ്ഡലം സുമതി ചിട്ടപ്പെടുത്തിയതാണ്. നിങ്ങൾക്കെല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ഇരുകരം കൂപ്പി ഇരയിവനെ തൊഴുതാൽ വരും തുയരെല്ലാം മറയുന്നിടുന്നു. നമ്മുടെ എല്ലാവരുടെയും ദുഃഖങ്ങൾ ഇന്ന് ഈ 7:30 ദിവസം ഭഗവാൻ മാറ്റി തരട്ടെ. നന്ദി, നമസ്കാരം.